എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് എലിഫൻസ് ഇൻ കേരള സീക്സ് ടു എൻഡ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇതിൽ എലിഫൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫെൻസ് സിസ്റ്റമാണ്. അത് നമ്മുടെ വയനാട് ഡിസ്ട്രിക്റ്റിൽ എലിഫൻറ്റും മാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനായിട്ട് അവർ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്നൊരു സിസ്റ്റമാണ് ഇത്. GS3 മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫെൻസ് എന്താണെന്ന് നോക്കും. അതുപോലെ തന്നെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആൻസർ റൈറ്റിംഗ് സ്ട്രക്ചർ, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഡേറ്റാ പോയിന്റ്സും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ എ പ്രോഗ്രസീവ് ഇന്ത്യൻ പോളിസി ഓൺ മ്യാൻമർ ഔട്ട്ലൈൻഡ്. അപ്പോൾ ഇത് നമ്മുടെ എഡിറ്റോറിയലുള്ള ഒരു ന്യൂസാണ്, ആർട്ടിക്കിളാണ്. നമുക്കറിയാം മ്യാൻമർ കോൺഫ്ലിക്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോഗ്രസീവ് വേയിൽ ഇന്ത്യക്ക് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇപ്പം മെയിൻസ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു വേ ഫോർവേഡും അങ്ങനെയുള്ള കുറേ പോയിന്റ്സ് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത് GS2 ഇൻ്റർനാഷണൽ റിലേഷൻസിൽ മ്യാൻമർ എന്ന കൺട്രീനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് മ്യാൻമർ ആയിട്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്തുള്ളതുകൊണ്ടാണ് ഇത് ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റിംഗ് ടൈംസ് എന്ന് പറയുന്നത് നമുക്ക് GS4 എത്തിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇതിനകത്ത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്താണെന്ന് നോക്കും. അത് ഈ ഇടയ്ക്ക് നമുക്കറിയാം നെറ്റ്, അതുപോലെ തന്നെ നീറ്റ്, അതിലൊക്കെ കുറേ സ്കാം വന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വരുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് കൂടുതലൊരു എത്തിക്സ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനിൽ അല്ല പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുള്ള എത്തിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ എലിഫൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ കുറേ ഭാഗത്ത് നമുക്ക് എലിഫൻറ്റ് കോറിഡോർസ് അങ്ങനെയുള്ള ഏരിയാസൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാലും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അഗ്രികൾച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളും ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് കൂടുന്നതനുസരിച്ച് ഫോറസ്റ്റ് ഏരിയാസിലോട്ട് ഹ്യൂമൻ സെറ്റിൽമെൻ്റ് ഒക്കെ കൂടുമ്പോഴേക്കും എന്താണ് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വളരെയധികം കൂടുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കേരള റീജിയനിൽ നമ്മുടെ നാട്ടിലെ വയനാട് ഡിസ്ട്രിക്റ്റിലൊക്കെ ഈ ഒരു കോൺഫ്ലിക്റ്റ് നല്ല രീതിയിലുണ്ട്. അപ്പം ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് ഈ ഫെൻസിങ്, ഈ ഇമേജ് കാണുന്ന പോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഫെൻസിങ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഫെൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു AI ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫെൻസ് ആണ്. എലിഫെൻസ് എന്നാണ് അതിൻ്റെ ഒരു പേര്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. കൊച്ചി ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു R&D ഫേമാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് പറയുവാണെങ്കിൽ ഒരു 70 മീറ്റർ ലോങ് ഫെൻസ് ആണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഗേർഡർ വരുന്നുണ്ട്. ഗേർഡർ എന്ന് പറയുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന തൂണുകൾ അതുണ്ട്. ഓക്കെ, പിന്നെ അതിന് സർവൈലൻസും റിയൽ ടൈം മോണിറ്ററിങ്ങും ഒക്കെ ഉണ്ട്. ഇതിന് 4K ക്വാളിറ്റിയിലുള്ള ക്യാമറാസ് ആണ്. റിയൽ ടൈം വീഡിയോ ആൻഡ് ഓഡിയോ ഇതിനകത്ത് കാണിക്കും. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫെൻസിൽ, ഇതൊരു ഫെൻസ് ആണെങ്കിൽ ഇതിന് എല്ലാ സൈഡിലോട്ടും ക്യാമറാസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഏതെങ്കിലും സൈഡിൽ നിന്ന് ഒരു എലിഫൻറ്റ് വരുവാണെങ്കിൽ ഇതൊരു 50 to 70 മീറ്റേഴ്സിന് മുമ്പ് എലിഫൻറ്റ് എത്തുന്നതിന് മുമ്പ് ഇത് അലേർട്ട് കൊടുക്കും. ഓക്കെ, ആൾക്കാർക്ക് അലേർട്ട് കൊടുക്കും, എലിഫൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അലേർട്ട് കൊടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അത് എലിഫൻസിനെ കുറിച്ച് അത്ര ഉള്ളായിരുന്നു. നമ്മളിനി നോക്കാൻ പോകുന്നത് ഈ ഒരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന ടോപ്പിക്ക് വരുമ്പോഴേക്കും അതിനകത്ത് നിങ്ങൾക്ക് ഒരു ആൻസർ റൈറ്റിംഗ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ബേസിക്കായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, കുറച്ച് നല്ല രീതിയിൽ നല്ല എക്സ്ട്രാ പോയിന്റ്സും ഇതിനകത്തുണ്ട്. ഓക്കെ, ഇതിനകത്തൊരു ഡേറ്റാ പോയിന്റ്, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവിൽ ഒരു ഡേറ്റാ പോയിന്റ് പറയുവാണെങ്കിൽ ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് 2019 to 2021 29 tigers succumbed to poaching എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് ആണ്. ഓക്കെ, ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആർ ഓൺ ഗോയിങ് for 197 tiger deaths. Elephants were responsible for the loss of about 1,579 human lives over the years with 585 fatalities in 2019 to 20, 461 in 2020 to 21, പിന്നെ 533 in 2021 to 2022. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡേറ്റ പോയിന്റ്. അപ്പോൾ ഈ ഡേറ്റ പോയിന്റ് ഞാൻ തന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ ഇംപ്ലിക്കേഷൻസ്. പക്ഷേ ഈ ഡേറ്റ പോയിന്റ് ആഡ് ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾക്കൊരു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാനായിട്ടാണ് ഈ ന്യൂസ് അനാലിസിൽ ഞാനിത് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മെയിൻസിൻ്റെ നോട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇത് ആഡ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്? എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോഴേക്ക് നമുക്കറിയാം ഇത് ഫാമേഴ്സിനെയാണ് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റോക്കിനെ, ഇപ്പോൾ ടൈഗർ അല്ലെങ്കിൽ ലെപ്പേർഡിൻ്റെ ഒക്കെ അല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ ആ ഒരു ആനിമൽസ് ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റോക്കിനാണ് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫാമേഴ്സിൻ്റെ കേസ് എലിഫൻസ് ഒക്കെ വരുമ്പോഴേക്കും കൃഷിനാശം നല്ല രീതിയിലുണ്ടാകും, ക്രോപ്പ് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ ബൈ വൈൽഡ് ആനിമൽസ് ഉണ്ടാവും. പിന്നെ ഹ്യൂമൻ സേഫ്റ്റി കൺസേൺസ് എന്ന് പറയുമ്പോഴേക്കും എന്താ, ലയൺ, ടൈഗർ അല്ലെങ്കിൽ ബിയേഴ്സ് അതുപോലത്തെ ആനിമൽസ് ഒക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഹ്യൂമൻ ലൈഫും പോകും. റിസ്ക് ഓഫ് ഇഞ്ചുറി ഓർ ഡെത്ത് ഇൻ ഏരിയാസ് ഓഫ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോ എക്സിസ്റ്റൻസ്. പിന്നെ എക്കോളജിക്കൽ കോൺസിക്വൻസ് എന്ന് പറയുമ്പോഴേക്കും എന്താ, ഡിസ്റപ്ഷൻ ഓഫ് നാച്ചുറൽ പ്രഡക്റ്റർ പ്രേ. അപ്പോൾ ഈ ഒരു ആനിമൽ ഹ്യൂമൻ സെറ്റിൽമെൻറ്റിലോട്ട് കൂടുതലും വരാനായിട്ടുള്ള കാരണം എന്താ, നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിൽ ഫുഡ് കൂടുതലുണ്ട് എന്നുള്ള ഇത് വെച്ചാണ് എലിഫൻസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്കറിയാം ഇത് റേഷൻ കടകളൊക്കെയാണ് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം റേഷൻ കടയിൽ അരി ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ അതാണ് അവർ കൂടുതൽ അതിനകത്തോട്ട് അവിടെ അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം പുലിയൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഇപ്പം ആട് കൃഷി ചെയ്യുന്ന അടുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവർ കൂടുതലും വരുന്നത്. കാരണം അവരുടെ എക്കോളജിക്കൽ സിസ്റ്റത്തിൽ ഇംബാലൻസ് ഉണ്ട്, അവർക്കുള്ള പ്രേ അവർ നിൽക്കുന്ന സ്ഥലങ്ങളിലില്ല. ഓക്കെ, ഇപ്പം മാനാണെങ്കിലും അതുപോലുള്ള കാര്യങ്ങൾ അതിൻ്റെ എണ്ണം കുറയുമ്പോഴേക്കും ഈ പുലിക്കൊക്കെ ഫുഡ് കിട്ടത്തില്ല. അപ്പോൾ അത് കാരണമാണ് ഇവർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റിലോട്ട് വരുന്നത്. കാരണം ഹ്യൂമൻ എൻക്രോച്ച്മെൻറ്റ് ഈ വൈൽഡ് ലൈഫ് ഏരിയാസിൽ കൂടുന്നതുകൊണ്ടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രൈമറി റീസൺ. പൊട്ടൻഷ്യൽ എക്കോളജിക്കൽ ഇംബാലൻസ് ഡ്യൂ ടു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. ഓക്കെ, അപ്പോൾ പിന്നെ കൺസർവേഷൻ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്, നെഗറ്റീവ് പെർസെപ്ഷൻസ് ഓഫ് വൈൽഡ് ലൈഫ് ഹാമ്പറിങ് കൺസർവേഷൻ എഫേർട്ട്, ഡിഫിക്കൽട്ടി ഇൻ ഇംപ്ലിമെൻറ്റിംഗ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. നമുക്കറിയാം ടെറൈനൊക്കെ ഭയങ്കര മോശമായിരിക്കും. അപ്പം അതുപോലെ തന്നെ അങ്ങോട്ട് എത്തിപ്പെടാനായിട്ടും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയാസിലൊക്കെ എന്താണ് ഈ ഒരു കൺസർവേഷൻ മെക്കാനിസം ഒക്കെ കൊണ്ടുവരാനും അതുപോലെ തന്നെ അത് ചെക്ക് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഫോറസ്റ്റ് മിനിസ്ട്രിയിലൊക്കെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഒക്കെ കൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ അത്രയും രീതിയിൽ എക്സ്റ്റെൻസീവായിട്ട് ആൾക്കാരെ നിർത്തി പോച്ചിങ് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഇൻ്റർവെൻഷൻ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. പിന്നെ സൈക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഫിയർ, ആങ്സൈറ്റി വരും, ട്രോമ വരും ഈ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയ്ക്ക്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ലോങ് ടേം ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ വൈൽഡ് ലൈഫ് റിലേഷൻഷിപ്പ് വരും. മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹ്യൂമൻ ഹാബിറ്റാറ്റ് മാനേജ്മെൻ്റ് ആണ്. ഒന്ന് പ്രൊട്ടക്ഷൻ ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് നാച്ചുറൽ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്, പിന്നെ ക്രിയേഷൻ ഓഫ് വൈൽഡ് ലൈഫ് കോറിഡോർസ്, അതായത് എലിഫൻസ് അതുപോലെയുള്ള ആനിമൽസിന് പോകാനായിട്ടുള്ള ഒരു പാത്ത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ആ കൊറിഡോറിൽ വഴിയായിരിക്കും ഇവർ പോകുന്നത്. പിന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ക്രിയേറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സസ്റ്റൈനബിൾ ലാൻഡ് യൂസ് പ്രാക്ടീസസ് അതും ഡെവലപ്പ് ചെയ്യുക. പിന്നെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഫെൻസിങ്, ആനിമൽസിനെ സ്കെയർ ചെയ്യാനായിട്ടുള്ള ഡിവൈസസ്. പിന്നെ വേറൊരു മെക്കാനിസം ആയിരുന്നു ബീ ഹൈവുകൾ ഈ ഫെൻസിൻ്റെ കൂട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ബീ ഹൈവ്സ് എന്ന് പറയുമ്പോഴേക്കും ഇത് ഈ എലിഫൻസ് വരുമ്പോഴേക്കും ഈ ബീസിൻ്റെ നെസ്റ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും ബീ ഹൈവിനെ ഇച്ചിരി തട്ടുമ്പോൾ ഇത് അറ്റാക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് അവർ കൊണ്ടുവന്നായിരുന്നു. സ്കെയർ ഡിവൈസസ്, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ഒരു ഫാക്ടറാണ്, റെഡ്യൂസിങ് എക്കണോമിക് ലോസസ് ഫോർ ഫാമേഴ്സ്. പിന്നെ ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ എലിഫൻസ് എന്ന് പറയുന്ന system. Okay, alerts about wildlife presence in human settlements, prevention of conflicts and enhanced human safety. Okay, പിന്നെ വരുമ്പോൾ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. അവയർനെസ് പ്രോഗ്രാംസ് ഓൺ കോ എക്സിസ്റ്റൻസ് വിത്ത് വൈൽഡ് ലൈഫ്, ട്രെയിനിങ് ഇൻ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ടെക്നിക്സ്. പിന്നെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ മെക്കാനിസം എന്ന് പറയുമ്പോഴേക്കും ഒന്നെന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് റെസ്പോൺസ് ടീമുകൾ ഉണ്ടാക്കുക. പിന്നെ ഹോട്ട് ലൈൻസ്, അതായത് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുവാണെങ്കിൽ അതിനുവേണ്ട മെഡിക്കൽ കെയർ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീനെ അവെയർ ചെയ്യാനായിട്ടുള്ള മെക്കാനിസംസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മെഷേഴ്സ് എന്തൊക്കെയാണ് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ടാക്കിൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നേക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടാണ് 1972. ആക്ട് പ്രൊവൈഡ്സ് ഫോർ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ദ ആക്ടിവിറ്റീസ് പ്രൊഹിബിഷൻ ഓഫ് ഹണ്ടിങ്, പ്രൊട്ടക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റേറ്റ്സ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു ആക്ടാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഓക്കെ, പിന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ട് 2002. ഇന്ത്യ ഈസ് പാർട്ട് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് കോംപ്ലിമെന്റ്സ് റാദർ ദാൻ കോൺട്രഡിക്ട്സ് എക്സിസ്റ്റിംഗ് ലോസ് കൺസേണിംഗ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. പിന്നെ വരുന്നത് നാഷണൽ വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ ആയിരുന്നു. ഇറ്റ് ഫോക്കസസ് ഓൺ സ്ട്രെങ്തനിങ് ആൻഡ് എൻഹാൻസിങ് ദ പ്രൊട്ടക്റ്റഡ് ഏരിയ വർക്ക് നെറ്റ്വർക്ക് ഓൺ ദ കൺസർവേഷൻ ഓഫ് എൻഡേഞ്ചേർഡ് വൈൽഡ് ലൈഫ്.
പിന്നെ their habitats on controlling trade in wildlife products, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, ആ ഒരു സെക്ടേഴ്സ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, വൈൽഡ് ലൈഫ്, ഇതിൻ്റെ ട്രേഡ്, എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ കൺസർവേഷൻ, ഇതെല്ലാം വരുന്നത് വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ 2002 to 2016 ആണ്. പിന്നെ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ആനിമൽ സ്പെസിഫിക് ആയിട്ട് UPSC എടുക്കുവാണെങ്കിൽ 2 ആനിമൽസിനാണ് UPSC എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ടൈഗറും ഒന്ന് എലിഫൻറ്റും ആണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഈ 2 ആനിമൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂസുകളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് വെച്ചോണം. അങ്ങനെ എല്ലാം എഴുതി വെക്കാനല്ല, ജസ്റ്റ് ഒരു ഫോക്കസ് അതിൽ കൊടുത്തോണം. ഒന്നെന്ന് പറയുന്നത് പ്രൊജക്ട് ടൈഗർ ആണ്. പ്രൊജക്ട് ടൈഗർ ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്, ലോഞ്ച്ഡ് ഇൻ 1973. ഇറ്റ് പ്രൊവൈഡ്സ് ഹെവൻസ് ഫോർ ടൈഗേഴ്സ് ഇൻ ദ കൺട്രീസ് നാഷണൽ പാർക്സ്. അപ്പോൾ ടൈഗേഴ്സിൻ്റെ ഈ പ്രൊജക്ട് ടൈഗർ കൊണ്ട് തന്നെ ടൈഗറിൻ്റെ കൗണ്ടും കൂടിയിട്ടുണ്ട്, ടൈഗറിൻ്റെ എണ്ണത്തിൽ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടൈഗർ എണ്ണം ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. പിന്നെ പ്രൊജക്ട് എലിഫൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. Was launched in February 1992 for the protection of elephants, their habitats and corridors. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്, NDMA. നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ ടോപ്പിക്സിലുള്ള ന്യൂസ് നോക്കിയപ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത ഒരു അതോറിറ്റിയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഇറ്റ് ലേസ് ഡൗൺ ഗൈഡ് ലൈൻസ് ഓഫ് ടു ബി ഫോളോഡ് ബൈ ഡിഫറെൻറ്റ് മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഫോർ ദ പേർപ്പസ് ഓഫ് ഇൻറ്റഗ്രേറ്റിംഗ് മെഷേഴ്സ് ഫോർ ഡിസാസ്റ്റർ പ്രിവെൻഷൻ. അതായത് ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് വരുമ്പോഴേക്കും അതിൽ ഓരോ മിനിസ്ട്രീസും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു മെക്കാനിസം എന്താണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൂടി ഓർത്തിരിക്കാം. പിന്നെ കൺക്ലൂഷൻ പറയുമ്പോഴേക്കും ഇതൊരു ബ്രീഫ് കൺക്ലൂഷനാണ്, നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഈസ് എ കോംപ്ലക്സ് ഇഷ്യൂ റിക്വയറിംഗ് മൾട്ടി ഫേസ്ഡ് സൊല്യൂഷൻസ് വേണം. എല്ലാ സെക്ടേഴ്സിൽ നിന്നുള്ള എല്ലാ ഡയറക്ഷനിൽ നിന്നുള്ള സൊല്യൂഷൻസ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. നമ്മൾ ഒരുമാതിരി എല്ലാ ഡയമെൻഷൻസും ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ബാലൻസിങ് ഹ്യൂമൻ നീഡ്സ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ സസ്റ്റൈനബിൾ കോ എക്സിസ്റ്റൻസ്. പിന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് അഡോപ്ഷൻ ഓഫ് സ്ട്രാറ്റജീസ് ആർ നെസസറി ഫോർ അഡ്രസ്സിങ് ഇവോൾവിംഗ് ചാലഞ്ചസ്. ഓക്കെ. പിന്നെ വേ ഫോർവേഡ് എന്ന് പറയുമ്പോൾ എൻകറേജ് റിസർച്ച് ഓൺ ഇന്നോവേറ്റീവ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. അപ്പോൾ നമുക്കറിയാം ഈ എലിഫൻസ് പോലത്തെയുള്ള കൂടുതൽ R&D ആവശ്യമുള്ള മിറ്റിഗേഷൻ ടെക്നിക്സുകൾ നമ്മൾ ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. പ്രൊമോട്ട് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് നോളജ് ഷെയറിങ്. പിന്നെ ഇൻറ്റിഗ്രേറ്റ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഇൻടു ബ്രോഡർ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസർവേഷൻ പ്ലാൻസ്. അതാണ് അതിൻ്റെ ഒരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ബേസ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് ഈ ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എത്തിക്സ് പെർസ്പെക്റ്റീവിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ ഒരു സ്കാം എന്ന് വേണം നമുക്ക് പറയാം. നീറ്റ് എക്സാം അതുപോലെ തന്നെ നെറ്റ് എക്സാം ഒക്കെ ക്യാൻസൽ ചെയ്തു. ഓക്കെ. അപ്പം നമ്മളതൊരു എത്തിക്സ് പെർസ്പെക്റ്റീവിലാണ് ഇതിനെ നോക്കുന്നത്. ഈവൻ ഇപ്പോൾ നമുക്കിത് പൊളിറ്റി ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷേ കൂടുതൽ നമുക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നത് എന്താണ്, ഒരു എത്തിക്സ് പെർസ്പെക്റ്റീവ് തന്നെയാണ്. അപ്പോൾ റീസെൻറ്റ് ക്യാൻസലേഷൻ ഓഫ് UGC നെറ്റ് എക്സാമിനേഷൻ ബൈ ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി raises significant ethical concerns in public administration and governance. This incident, along with previous irregularities in NEET, UG and JEE exams, highlight the ethical challenges faced by public institutions responsible for conducting nationwide competitive exams. Okay. അപ്പം അതാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ വേണം നമുക്ക് പറയാം. ഇൻട്രൊഡക്ഷൻ, അതായത് നിങ്ങൾക്ക് ഈ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനോ അത് ബേസ് ചെയ്തിട്ട് എത്തിക്സ് പെർസ്പെക്റ്റീവിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്ന് റീസ്ട്രക്ചർ ചെയ്തിട്ട് ഇത് ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അറ്റ് സ്റ്റേക്ക്. എന്തൊക്കെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് ഇതിനകത്ത് പ്രശ്നങ്ങളായിട്ടുള്ളത്? ഒന്നെന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ആണ്. ദ സഡൻ ക്യാൻസലേഷൻ ആഫ്റ്റർ ഡിക്ലെയറിംഗ് സക്സസ്ഫുൾ കണ്ടക്ട് റേസസ് ക്വസ്റ്റ്യൻ about NTA's integrity and transparency in its operations. പിന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോഴേക്കും ദ ലാക്ക് ഓഫ് ക്ലിയർ എക്സ്പ്ലനേഷൻസ് ഫോർ ദ ഷിഫ്റ്റ് ഫ്രം ഓൺലൈൻ ടു ഓഫ്ലൈൻ എക്സാംസ് ആൻഡ് ദ സബ്സിക്വൻറ്റ് ക്യാൻസലേഷൻ ഇൻഡിക്കേറ്റ്സ് ഫെയിലിയർ ഇൻ അക്കൗണ്ടബിലിറ്റി. പബ്ലിക് ട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ഇൻസിഡൻസ് ഓഫ് എക്സാം ഇറഗുലാരിറ്റീസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഇപ്പം നീറ്റിൻ്റെ എക്സാം ഇറഗുലാരിറ്റി വന്നു, അത് കഴിഞ്ഞിട്ട് നെറ്റ് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള പബ്ലിക് ട്രസ്റ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് പ്രോആക്റ്റീവ് അപ്രോച്ച്. അപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ സുവമോട്ടോ ആയിട്ട് അവർ സ്വയമേ ആയിട്ടൊരു ആക്ഷൻ എടുത്തു. എന്താണ്, ഈ ഒരു സൈബർ ക്രൈം ആണെങ്കിൽ ആ ഒരു ക്രൈമിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് അവരെടുത്തു. കൺസിസ്റ്റൻസി ഇൻ ആക്ഷൻ. അപ്പോൾ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഷിഫ്റ്റ് ആക്ഷൻ ഇൻ UGC നെറ്റ് ആൻഡ് ദ ഡിലേഡ് റെസ്പോൺസ് ഇൻ നീഡ് ഇറഗുലാരിറ്റീസ് ഹൈലൈറ്റ് ദ ഇൻകൺസിസ്റ്റൻസീസ് ഇൻ എത്തിക്കൽ decision
മേക്കിംഗ്. ഓക്കെ, അപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നെന്ന് പറയുന്നത് കാൻഡിഡേറ്റിൻ്റെ വെൽഫെയർ ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന ആരാണ്? ഈ എക്സാം എഴുതുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം ക്യാൻസലേഷൻ അഡ്വേഴ്സ്ലി എഫക്ട്സ് ദ ഓവർ 9 lakh കാൻഡിഡേറ്റ്സ് റേസിംഗ് എത്തിക്കൽ കൺസേൺ അബൌട്ട് ദ ഇമ്പാക്ട് ഓൺ ദ ടൈം, റിസോഴ്സസ് ആൻഡ് മെൻ്റൽ വെൽബീങ്. പിന്നെ സോഷ്യോ എക്കണോമിക് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ മെനി കാൻഡിഡേറ്റ്സ് ഇൻക്വയർ ഫൈനാൻഷ്യൽ ബേർഡൻസ് ടു അപ്പിയർ ദ എക്സാം വിച്ച് ബ്രിങ്സ് അപ്പ് ഇഷ്യൂസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വലിറ്റി. അപ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തി, ഒരു കാൻഡിഡേറ്റ്, നമ്മളാണെങ്കിലും നമ്മളൊക്കെ ഒരു വർഷം ഇട്ടിട്ടാണ് ഇതുപോലൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫൈനാൻഷ്യൽ ബേർഡനും ഇതനുസരിച്ച് കൂടുന്നതാണ്. കാരണം അവരൊരു വർഷം ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് എഴുതുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പം അവിടെ ഒരു സോഷ്യോ എക്കണോമിക് കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എത്തിക്കൽ ഗവർണൻസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻസി ഇൻ ഇൻവെസ്റ്റിഗേഷൻ വേണം. ദ നീഡ് ഫോർ ഫുൾ ട്രാൻസ്പെറൻസി ഇൻ ദ CBI പ്രോപ്പ് ടു റീഗെയിൻ പബ്ലിക് ട്രസ്റ്റ്. സിസ്റ്റമാറ്റിക് റിഫോം വരണം. എത്തിക്കൽ കൺസിഡറേഷൻ ഇൻ ഓൺലൈൻ ഈ NDA സിസ്റ്റത്തിൻ്റെ ഇവരുടെ വർക്കിംഗ് മെക്കാനിസത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിഫോം വരേണ്ട ആവശ്യമുണ്ട്. പൊളിറ്റിക്കൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ. ഒന്നെന്ന് പറയുന്നത് എത്തിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് സെൻട്രലൈസ്ഡ് കൺട്രോൾ ഓവർ നേഷൻ വൈഡ് എക്സാംസ് വേഴ്സസ് എന്താണ് സ്റ്റേറ്റ് ലെവൽ മാനേജ്മെൻറ്റിലുള്ള എക്സാംസിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസ്പാരിറ്റി. പിന്നെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന റോൾ ഓഫ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇൻ എൻഷുറിങ് ഇൻറ്റഗ്രിറ്റി ഓഫ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇങ്ങനൊരു വലിയൊരു ഇൻസിഡൻറ്റ് നടന്നു കഴിയുമ്പോഴേക്കും ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ഓരോ മിനിസ്ട്രീസും അതിനുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കണം. ഓക്കെ, അതും കൂടി ഒരു എത്തിക്കൽ കൺസേൺ ആണ്. പിന്നെ പ്രൊഫഷണൽ എത്തിക്സ് ഇൻ പബ്ലിക് സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ ഡിലിജൻസ്, ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ professional competence of NDA officials in managing large scale examinations. പിന്നെ ethical leadership, the need for ethical leadership in public institutions to maintain credibility and efficiency. അപ്പം ഇങ്ങനൊരു സിനാരിയോയിൽ നമുക്കറിയാം ആ ഒരു ഏജൻസി അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഏജൻസിയുടെ എൻറ്റയർ ലീഡർഷിപ്പാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിലെന്ത് വരും? ഈ ഒരു ഏജൻസിക്ക് ഇത്രയും വലിയൊരു നേഷൻ്റെ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള കമ്പിറ്റൻസി അല്ലെങ്കിൽ അവർക്ക് ഉള്ള കഴിവ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് UGC നെറ്റ് എക്സാമിനേഷൻ ക്യാൻസലേഷൻ സെർവ് ആസ് എ ക്രിട്ടിക്കൽ കേസ് സ്റ്റഡി ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എത്തിക്സ്. It underscores the need for robust ethical frameworks in governance, especially in systems that directly impact future of the youth. The incident called for a comprehensive ethical review of examination processes emphasizing integrity, transparency and accountability. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈ ഒരു ടോപ്പിക്ക് NDA ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതലും ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസീനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വന്നത്. അപ്പം പക്ഷേ ഒരു കോമൺ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ ഇപ്പം ഇങ്ങനൊരു സ്കാം നടക്കുകയാണ്. ഓക്കെ, യു ആർ ദ ഹെഡ് ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഹൗ വുഡ് യു ഹാൻഡിൽ ഇറ്റ്? അപ്പോൾ നമുക്കറിയാം എത്തിക്സിൽ കൂടുതൽ കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയിൽ നിങ്ങൾ എന്തൊക്കെ മെഷേഴ്സ് എടുക്കും എന്നായിരിക്കും നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ എങ്ങനെയൊരു പ്രൊസീജിയർ, നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ വേ ഫോർവേഡ് എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ് എൻ ഇൻഡിപെൻഡൻറ്റ് എത്തിക്സ് കമ്മിറ്റി ടു ഓവർസീ നേഷൻ വൈഡ് എക്സാമിനേഷൻസ്, ഇംപ്ലിമെൻറ്റ് റെഗുലർ എത്തിക്കൽ ഓഡിറ്റ്സ് ഓഫ് examination processes, develop a code of ethics specifically for examination conducting bodies, enhance stakeholder engagement to rebuild trust and ensure ethical governance in the education sector. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ഒരു പ്രൊസീജിയറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഒരു കേസ് സ്റ്റഡി ആയിട്ട് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഈ NDA മാത്രമല്ല നിങ്ങൾക്കുള്ള ഒരു എന്ത് കേസ് സിനാരിയോ ആണെങ്കിലും നിങ്ങൾ ആ രീതിയിൽ വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് നമുക്കറിയാം ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ എത്തിക്സ് പെർസ്പെക്റ്റീവിൽ ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ നമ്മൾ നോക്കി. പിന്നെ നമ്മൾ നോക്കുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് NTA. അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയാണ് അണ്ടർ ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1860. Okay, it is an autonomous and self-sustained testing organization to conduct entrance examination for administration in higher education institutions. അപ്പോൾ ഇതിൻ്റെ ഗവർണൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു എമിനൻറ്റ് എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്, അപ്പോയിൻറ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO എന്ന് പറയുന്ന ആൾ ഡയറക്ടർ ജനറൽ ടു ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഹെഡിങ് എല്ലാം വരുന്ന ആൾക്കാർ എന്താണ്? ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ദർ വിൽ ബി എ ബോർഡ് ഓഫ് ഗവർണേഴ്സ് കംപ്രൈസിങ് മെമ്പേഴ്സ് ഫ്രം ഓരോ സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ബോർഡ് ഓഫ് മെമ്പേഴ്സും ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു
ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഈ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും എക്സിസ്റ്റിംഗ് സ്കൂൾസിലും ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും ഉണ്ടോ എന്ന് ഇവർ ചെക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ക്വസ്റ്റ്യൻ ബാങ്ക് ഫോർ ഓൾ സബ്ജക്ട്സ് യൂസിങ് മോഡേൺ ടെക്നിക്സ് ടു എസ്റ്റാബ്ലിഷ് എ സ്ട്രോങ് R&D കൾച്ചർ ആസ് വെൽ ആസ് പൂൾ ഓഫ് എക്സ്പേർട്ട് ഇൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ടെസ്റ്റിംഗ്. ഓരോ ടെസ്റ്റുകൾ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള എക്സ്പേർട്ട് ബേസ് ചെയ്തിട്ട് ആൾക്കാരെ ബേസ് ചെയ്തിട്ട് വേണം എന്താണ് ഒരു സ്ട്രോങ് R&D കൾച്ചർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുക. ടു കൊളാബറേറ്റ് വിത്ത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലൈക്ക് എഡ്യൂക്കേഷണൽ ടെസ്റ്റിംഗ് സർവീസസ്, എക്സാം നടത്താൻ വേണ്ടിയിട്ട് ഓരോ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. ടു അണ്ടർടേക്ക് മെനി അതർ എക്സാംസ് നേഷൻസ് ദാറ്റ് എൻട്രസ്റ്റഡ് ടു ഇറ്റ് ബൈ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ടെസ്റ്റിങ്ങുകളിൽ എന്താണ് അവർ പ്രോപ്പർലി കണ്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് മെക്കാനിസം, അല്ലെ NDAയുടെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ തേർഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ റിലേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. എ പ്രോഗ്രസീവ് ഇന്ത്യൻ പോളിസി ഇൻ മ്യാൻമർ ഔട്ട്ലൈൻ. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, മ്യാൻമറിൻ്റെ മിലിറ്ററി അവിടുത്തെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിനെ ഓവർത്രൂ ചെയ്തു February 2021. പിന്നെ ഈ പവർ റീഗെയിൻ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അവിടുത്തെ എത്നിക് കമ്മ്യൂണിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഈ കുറേയൊക്കെ ഗവൺമെൻറ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഇവിടുത്തെ എത്നിക് കമ്മ്യൂണിറ്റീസ് ആണ്, ജുണ്ടോ അതുപോലെ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ആണ് ഇത് ഈ മിലിറ്ററിക്കെതിരെ അവർ ആംഡ് റിവോൾട്ട് പോലെ അല്ലെങ്കിൽ ആംഡ് കോൺഫ്ലിക്റ്റിലോട്ട് ഇടപെട്ടേക്കാണ്. ഓവർ 5,000 പീപ്പിൾ കിൽഡ് ആൻഡ് 2.5 മില്യൺ പീപ്പിൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇന്ത്യ മെയിൻറ്റെയിൻസ് ഫോർമൽ റിലേഷൻസ് വിത്ത് ദ മിലിറ്ററി റെജീം. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് അല്ലെങ്കിൽ ഡിബേറ്റ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ആൻഡ് വാല്യൂസ് ഇൻ ഇന്ത്യാസ് ഫോറിൻ പോളിസി ടുവേർഡ്സ് മ്യാൻമർ ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഓരോ ഇപ്പോൾ നമ്മുടെ ഫോറിൻ പോളിസി നോക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻഷിപ്പാണ്. മോസ്റ്റ് കേസസിൽ നമ്മൾ ആ പീപ്പിളുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ചാലഞ്ചസ് എന്താണ്? ബാലൻസിങ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് വിത്ത് ഡെമോക്രാറ്റിക് വാല്യൂസ്. ഒന്ന് പറയുന്നത് നമുക്കറിയാം, ഈ മിലിറ്ററി റെജീം എന്ന് പറയുന്നത് അവിടെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ ടോപ്പിൽ ചെയ്തിട്ടാണ് മിലിറ്ററി റെജീം വരുന്നത്. പക്ഷേ നമുക്ക് മ്യാൻമർ എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് സ്പെസിഫിക് ഇൻട്രസ്റ്റുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ചൈനീസ് ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ തന്നെ അത് നമ്മുടെ ഒരു ബേ ഓഫ് ബംഗാൾ റീജിയനിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് മ്യാൻമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് അവരെ പിണക്കാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വി നീഡ് ടു എൻഷുർ ദാറ്റ് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ഗവൺമെൻറ് കംസ് ടു പവർ. ഓക്കെ, അതൊരു ചാലഞ്ചാണ്. പിന്നെ മെയിൻറ്റെയിനിങ് റീജിയണൽ ഇൻഫ്ലുവൻസ് വൈൽ അഡ്രസ്സിങ് ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ. ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം 2.5 മില്യൺ ആൾക്കാരാണ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ഇവർ കൂടുതലും വരുന്നത് എങ്ങോട്ടാണ്? ബംഗ്ലാദേശ് പോലത്തെ ബോർഡേഴ്സിലോട്ടാണ് ഇവർ കൂടുതലും വരുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് ഈസ് ഹെസിസ്റ്റന്റ് ടു അക്സെപ്റ്റ് ദീസ് റെഫ്യൂജീസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ആൾക്കാർ ഇന്ത്യൻ ബോർഡേഴ്സിലോട്ട് ഇതിൻ്റെ സ്ട്രെസ് കൂടുതലായിട്ട് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസും അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കമ്പീറ്റിംഗ് വിത്ത് ചൈനീസ് ഇൻഫ്ലുവൻസ് ഇൻ മ്യാൻമർ, അത് ഞാൻ പറഞ്ഞു. അഡ്രസ്സിങ് ക്രോസ് ബോർഡർ സെക്യൂരിറ്റി ഇഷ്യൂസ് ആൻഡ് റെഫ്യൂജി ഇൻഫ്ലക്സ്, അതൊരു കാര്യമാണ്. റീകൺസിലിംഗ് വെപ്പൺ സെയിൽസ് വിത്ത് ഹ്യൂമൻ റൈറ്റ്സ് കൺസേൺസ്. അപ്പോൾ നമുക്കറിയാം ഈ ആൻറ്റി ഗവൺമെൻറ് അല്ല ആൻറ്റി മിലിറ്ററി റെജീം ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ വെപ്പൺ സ്മഗ്ലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ക്രോസ് ബോർഡർ സ്മഗ്ലിംഗ് ആയിരിക്കും നടക്കുന്നത്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേ ഫോർവേഡ് എന്ന് പറയുന്നത് എന്താണ്? എംബ്രേസ് എ വാല്യൂ ഡ്രിവൺ അപ്രോച്ച് വേണം. എന്താണ്? ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് ക്രെഡൻഷ്യൽസ് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ മ്യാൻമറുമായിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട്. ഈ പ്രോ ഡെമോക്രസി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫെഡറൽ ആസ്പിറേഷൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഡിസ്റ്റിങ്ക്വിഷ് ഇന്ത്യ ഫ്രം ചൈന ബൈ പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് വാല്യൂസ്. അപ്പോൾ ഡെമോക്രാറ്റിക് വാല്യൂസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ? നമ്മൾ അവിടെ ആൾക്കാർക്ക് അവിടുത്തെ സിറ്റിസൺസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹോൾഡ് വെപ്പൺ സെയിൽസ് ടു മ്യാൻമേഴ്സ് മിലിറ്ററി. അതായത് നമ്മൾ അറിയാം മിലിറ്ററി ഹാർഡ്വെയർ ഈ ജുണ്ട കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മിലിറ്ററിക്ക് കൊടുക്കുന്നത്. പ്രിവെൻറ്റ് ഇന്ത്യൻ എക്യുപ്മെൻറ്റ് ഫ്രം ബീങ് യൂസ്ഡ് അഗെയിൻസ്റ്റ് സിറ്റിസൺസ്. പിന്നെ ഓപ്പൺ ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർസ്, പ്രൊവൈഡ് ക്രോസ് ബോർഡർ എയ്ഡ് ടു അഫക്റ്റഡ് സിവിലിയൻസ് ഇൻ ബോർഡർ പ്രൊവിൻസസ്, റിവോക്ക് പ്ലാൻസ് ടു ഫെൻസ് ദ ഇന്ത്യൻ മ്യാൻമർ ബോർഡർ, റീഇൻസ്റ്റേറ്റ് ദ ഫ്രീ മൂവ്മെൻറ്റ് റെജീം. പിന്നെ കൊളാബറേറ്റ് വിത്ത് NGOs ആൻഡ് അഡോപ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസസ് ഫ്രം തായ്ലാൻഡ്. പിന്നെ അഡ്രസ് റെഫ്യൂജി കൺസേൺസ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഡിറ്റൻഷൻ ആൻഡ് ഡിപ്പോർട്ടേഷൻ ഓഫ് മ്യാൻമർ അസൈലം സീക്കേഴ്സ്, ട്രീറ്റ് ഡിസ്പ്ലേസ്ഡ്
പേഴ്സൺസ് ആസ് റെഫ്യൂജീസ്. നമുക്ക് ആക്ച്വലി ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റി ഉണ്ട്. നമ്മളിപ്പം റെഫ്യൂജീസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ട്രീറ്റി ഉണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു പേര് മറന്നുപോയി. ഇപ്പം നമുക്ക് ഒരു ഹ്യൂമാനിറ്റേറിയൻ സൈഡിൽ നമ്മളവരെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മളവരെ തിരിച്ചയക്കത്തില്ല, അങ്ങനെയൊക്കെ ഒരു ട്രീറ്റിയൊക്കെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ട്രീറ്റ് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ആസ് റെഫ്യൂജീസ്, നോട്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ്, അഡ്ഹർ ടു പ്രിൻസിപ്പിൾ ഓഫ് നോൺ റിഫ്യൂൽമെൻറ്റ്, റിലീസ് ഡീറ്റെയിൻഡ് ചിൻ റെഫ്യൂജീസ്, അവരെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. പിന്നെന്ന് പറയുന്നത് പ്രോ ഡെമോക്രസി ഫോഴ്സസുമായിട്ട് എൻഗേജ് ചെയ്യുക, സപ്പോർട്ട് നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് ആൻഡ് എത്നിക് ഓർഗനൈസേഷൻ, ഫെസിലിറ്റേറ്റ് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് നോളജ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, അസിസ്റ്റ് ഇൻ ഡ്രാഫ്റ്റിംഗ് എ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ മ്യാൻമർ. ബേസിക്കലി നമ്മൾ പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ഈസ്റ്റ് പാകിസ്ഥാനിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ മ്യാൻമറിലും ഡെമോക്രസി കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുക എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. ഓക്കെ, ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ലീഡ് റീജിയണൽ എഫേർട്സ് ടു റീസ്റ്റോർ ഡെമോക്രസി ഇൻ മ്യാൻമർ, യൂസ് ഇന്ത്യാസ് ഇൻഫ്ലുവൻസ് ഇൻ ഇൻ്റർനാഷണൽ ഫോറംസ് ടു പ്രഷർ ദ മിലിറ്ററി റെജീം, കോർഡിനേറ്റ് വിത്ത് ലൈക്ക് മൈൻഡഡ് കൺട്രീസ് ഫോർ എ യൂണിഫൈഡ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പം ഇന്ത്യസ് മ്യാൻമർ പോളിസി റിക്വയർസ് എ ഡെലിക്കേറ്റ് ബാലൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് വാല്യൂസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസും ഉണ്ട്, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് വാല്യൂസും നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യണം. ബൈ അഡോപ്റ്റിംഗ് എ മോർ പ്രോഗ്രസീവ് വാല്യൂ ഡ്രിവൻ അപ്രോച്ച്, ഇന്ത്യ ക്യാൻ എൻഹാൻസ് ഇറ്റ്സ് റീജിയണൽ ഇൻഫ്ലുവൻസ്, differentiate itself from China, and support Myanmar's transition to democracy. This approach aligns with India's aspirations as a responsible global power ആൻഡ് വിശ്വബന്ധു. വിശ്വബന്ധു എന്ന് പറയുന്ന ഒരു കീവേഡാണ്. നമുക്കറിയാം വാസുദേവ കുടുംബകം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ്. ഇത് വിശ്വബന്ധു എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓഫ് ദ വേൾഡ്. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെയുള്ള IR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫ്രണ്ട്ലി നേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും വിശ്വബന്ധു എന്ന് പറയുന്ന ടേം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദ ന്യൂ ഗവൺമെൻറ് must take decisive steps to implement the policy, demonstrating India's commitment to both its interests and values in the region. ഓക്കെ, അപ്പം ഇതാണ് മ്യാൻമർ ഇന്ത്യ റിലേഷൻഷിപ്പിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഓൾറെഡി മ്യാൻമർ ഇന്ത്യ അല്ലെങ്കിൽ മ്യാൻമറിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ DNA-യിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു IR പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്നത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതലും മെയിൻസ് പെർസ്പെക്റ്റീവിലായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.